നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ബഹ്റൈനിലുടനീളമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മികച്ച നിലവാരം പുലർത്തിയതായി കണ്ടെത്തൽ. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലും മറ്റ് സർക്കാർ നടത്തുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലും 2024 ഒരു പിഴവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ബഹ്റൈൻ ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻത് അൽ സയ്യിദ് ജവാദ് ഹസൻ അറിയിച്ചു. ഷൂറ കൌൺസിൽ അംഗം ഡോക്ടർ ഇബ്തിസാം അൽ ദലാലിന്റെ പാർലമെന്ററി ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ബഹ്റൈനിൽ ഹ്രസ്വ സന്ദർശനം നടത്തുന്ന കോന്നി MLA അഡ്വക്കേറ്റ് ജനീഷ് കുമാർ സന്ദർശിച്ചു. സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമള്ളിലും ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജനും ചേർന്ന് MLA സ്വീകരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ലോകമെമ്പാടും ഗുരുദേവ ദർശനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുണ്ടെന്നും സഹജീവികളുടെ ഉന്നമനത്തിനും കാരുണ്യത്തിനും വേണ്ടി സൊസൈറ്റി പ്രവർത്തിക്കണമെന്നും MLA ആശംസിച്ചു. ബഹ്റൈൻ പ്രതിഭാ പ്രസിഡന്റ് ബിനു മണ്ണിൽ ഉൾപ്പെടെ മറ്റു പ്രതിഭാ ഭാരവാഹികളും MLAയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും KGPA കുടുംബസംഗമം 2025 എന്ന പേരിൽ മനാമ സെൻട്രൽ മാർക്കറ്റിനടുത്തുള്ള ഹാപ്പി ഗാർഡനിൽ വിപുലമായ കലാപരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. 250 പരം മെമ്പർമാരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ജോജീഷ് മേപ്പയൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർമാരായ അഷ്റഫ് പുതിയപാലം, വികാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയ കലാപരിപാടികളിൽ ജ്വാല മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും മെമ്പർമാരും കുട്ടികളും ചേർന്നുള്ള ഡാൻസ്, പാട്ട്, ഗെയിംസ് എന്നിങ്ങനെ മറ്റു കലാപരിപാടികളും അരങ്ങേറി. ഫുഡ് കൺവീനർ സലീം ചിങ്ങപുരത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ തന്നെ ഒരുക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണവും പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു. രക്ഷാധികാരി ഗോപാലൻ VC, ചീഫ് കോർഡിനേറ്റർ ജോണി താമരശ്ശേരി, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് കുറിഞ്ഞാലിയോട്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് മുബീന മൻഷീർ, ചീഫ് കോർഡിനേറ്റർ സന്ധ്യ രാജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് തുറയൂർ, മെമ്പർഷിപ്പ് സെക്രട്ടറി ബിനിൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ട്രഷറർ റിഷാദ് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ കോഴിക്കോട് ജില്ലക്കാരായ എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനായി 1500 പരം മെമ്പർമാരുള്ള കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷനിൽ എല്ലാ കോഴിക്കോട്ടുകാരും അംഗത്വം എടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ BMCയുടെയും യൂണിക്കോൺ ഇവന്റ്സിന്റെയും സഹകരണത്തിൽ ഗൾഫെയർ ക്ലബിൽ സംഘടിപ്പിച്ച സുവർണം 2025 മ്യൂസിക് ഷോ വിജയമായിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ സെക്രട്ടറി സുനു കുരുവിള സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് വിഷ്ണു V അധ്യക്ഷനായിരുന്നു. കോന്നി MLA അഡ്വക്കേറ്റ് KGU ജനീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള എന്നിവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രോഗ്രാം കൺവീനർ വിനീത് നന്ദി രേഖപ്പെടുത്തി. ട്രഷറർ സുഭാഷ് തോമസ്, ജോയിന്റ് സെക്രട്ടറി സിജി തോമസ്, വൈസ് പ്രസിഡന്റ് മോൻസി ബാബു, ജോയിന്റ് ട്രഷറർ ദയാശ്യാം, രക്ഷാധികാരി സക്കറിയ സാമുവൽ, സീനിയർ മെമ്പേഴ്സ് മോനി ഒടിക്കണ്ടത്തിൽ, വർഗീസ് മോഡിയിൽ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ നാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ മീറ്റിംഗിൽ ജനീഷ് കുമാർ MLA വർഗീസ് മോഡിയലിന് കൈമാറി. രഞ്ജനി ജോസ്, ഭാഗ്യരാജ് ആൻഡ് ടീമിന്റെ മ്യൂസിക്കൽ ഫ്യൂഷനും ശ്രദ്ധേയമായി. ബഹ്റൈനിലെ ഹരിപ്പാട്ടുകാരുടെ കൂട്ടായ്മ ഹരിഗീതപുരം ബഹ്റൈൻ ഈ വർഷത്തെ വിഷു, ഈസ്റ്റർ, ഈദ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകനും ഹരിപ്പാട് നിവാസിയുമായ സോമൻ ബേബിയും രക്ഷാധികാരി അലക്സ് ബേബിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട്ടുകാരായ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സൗമ്യ അഭിലാഷ് കൊറിയോഗ്രാഫി ചെയ്ത പൂജ ഡാൻസ്, ഒപ്പന, രമ്യ സജിത് കൊറിയോഗ്രാഫി ചെയ്ത കോൽക്കലി, സിനിമാറ്റിക് ഡാൻസ്, ഹരിപ്പാട് സുധീഷിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ വിവിധ ഗാനങ്ങൾ, വിഷുസദ്യ, ആരവം അവതരിപ്പിച്ച നാടൻപാട്ട്, സോപാന സംഗീതം എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളും കോർ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. KG ജയകുമാർ സ്വാഗതവും സജിത്ത് S പിള്ള നന്ദിയും രേഖപ്പെടുത്തി. ദീപക് തണലും രമ്യ സജിത്തും പരിപാടികൾ നിയന്ത്രിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance.
This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ മലയാളി ഫോറം കാവ്യനാദം സംഘടിപ്പിച്ചു. മലയാള കവിതയിലെ ചൊൽക്കവിതകളിലൂടെ എന്ന വിഷയത്തിൽ നോവലിസ്റ്റ് നാസർ മുതുകാട് സംസാരിച്ചു. ബഹ്റൈനിലെ ഒട്ടേറെ കാവ്യസ്നേഹികൾ അണിനിരന്ന പരിപാടിയിൽ BMF പ്രസിഡന്റ് ദീപ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സജിത് വെള്ളിക്കുളങ്ങര സ്വാഗതവും ആശ രാജീവ് നന്ദിയും രേഖപ്പെടുത്തി. സാമൂഹ്യരംഗത്തെ പ്രമുഖരായ ബാബു കുഞ്ഞിരാമൻ, ബഷീർ അമ്പലായി, ദീപക് മേനോൻ, ടോസ് മാസ്റ്റർ വിശ്വനാഥൻ, ഗഫൂർ കൈപ്പമംഗലം, അനിൽ KB, അശോക് ശ്രീശൈലം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബഹ്റൈനിലെ കവികളായ ആദർശ് മാധവൻകുട്ടി, ഹേമലത വിശ്വംഭരൻ, രമ്യ മിത്രപുരം, റോയി പൂച്ചേരിൽ, യഹിയ മുഹമ്മദ്, ദീപ ജയചന്ദ്രൻ, ആശ രാജീവ് എന്നിവർ തങ്ങളുടെ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. അജയ് ഘോഷ്, ഹരി കിടങ്ങൂർ, റജി ജോയി, ദിനേശ് ചോമ്പാല, അഭിരാമി, വിശ്വാസ് സുകേഷ്, അബ്ദുൽ സലാം എന്നിവർ മലയാളത്തിലെ പ്രമുഖ കവികളുടെ കവിതകളും അവതരിപ്പിച്ചു. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ ചൊല്ലാവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി. സാഹിത്യപ്രേമികളുടെ സാന്നിധ്യത്താൽ സജീവമായ കാവ്യനാദം ബബിന സുനിൽ നിയന്ത്രിച്ചു. OICC കൊല്ലം ജില്ലാ സെക്രട്ടറിയും ദീർഘകാലം ബഹ്റൈൻ പ്രവാസിയും OICC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച സോമൻ നാണുവിന് OICC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. OICC കൊല്ലം ജില്ലാ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് നാസർ തൊടിയൂർ അധ്യക്ഷത വഹിച്ച യോഗം OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ജനറൽ സെക്രട്ടറി മനു മാത്യു, വൈസ് പ്രസിഡന്റുമാരായ നസീം തൊടിയൂർ, ജവാദ് വക്കം, OICC ജില്ലാ ഭാരവാഹികളായ റോയ് മാത്യു, ബിജു വൈദ്യൻ, അനുരാജ്, ഷീല സോമൻ, പ്രസാദ് എസ്, അബ്ദുൽ ലത്തീഫ് M, അസ്ഹർ H, റിയാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. OICC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി വില്യം ജോൺ സ്വാഗതവും വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് ആനി അനു നന്ദിയും രേഖപ്പെടുത്തി. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ 131 കർദിനാൾമാർ പങ്കെടുക്കുന്നു. മെയ് 7 ഉച്ചതിരിഞ്ഞ് 4:30 കോൺക്ലേവ് തുടങ്ങുക. ഈ കർദിനാൾ സംഘത്തിൽ മലയാളി വേരുകളുള്ള മലേഷ്യൻ കർദിനാലും ഉണ്ട്. പെനാങ്ങിലെ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മെച്ചേരിയാണ് മലയാളി വേരുകളുള്ള കർദിനാൾ. 2023 ജൂലൈ 9 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായി നാമകരണം ചെയ്ത പെനാങ്ങിലെ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മെച്ചേരിയാണ് മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ ഇലക്ടർ. 2016 മുതൽ മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ എന്നിവിടങ്ങളിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി. കര, വ്യോമ, നാവികസേനകൾ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും സജ്ജമാണ്. തിരക്കിട്ട കൂടിയാലോചനകളാണ് ദില്ലിയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. എല്ലാ സേനകൾക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ചുട്ട മറുപടി നൽകുമെന്നും സൈനികർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിഷബാധയേറ്റ് മരിച്ച കുട്ടിക്ക് വാക്സിൻ കൃത്യമായി നൽകിയെന്നും ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നും SAT സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു. കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു, പക്ഷേ നായയുടെ കടി ശക്തമായിരുന്നുവെന്നും മാധ്യമങ്ങളോട് ഡോക്ടർമാർ വ്യക്തമാക്കി. ആഴത്തിൽ മുറിഞ്ഞിരുന്നു. പ്രതിരോധ വാക്സിൻ എത്തുന്നതിന് മുൻപ് തലച്ചോറിനെ ബാധിച്ചിരുന്നു. കയ്യിലും മുഖത്തും നായ കടിച്ചാൽ നേരിട്ട് തലച്ചോറിനെ ബാധിച്ചേക്കാം. കുഞ്ഞുങ്ങളിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാക്സിന്റെ അപാകത എന്ന് പറയാനാവില്ല. ആന്റിബോഡി ഫോം ചെയ്യുന്നതിന് മുൻപ് തലച്ചോറിൽ വിഷബാധ എത്തി. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റവർ രക്ഷപ്പെട്ട ചരിത്രമുണ്ടെന്നും ഡോക്ടർ ബിന്ദു വ്യക്തമാക്കി. വാക്സിൻ വളരെ ഫലപ്രദമാണെന്നാണ് പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.